ഞാനിന്ന് കുറച്ച് സോയ ചങ്ക്സ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോയ ചങ്ക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ അതിൻ്റെ ഒരു ഒരു റോ ടേസ്റ്റ് ഉണ്ട്, അത് ആർക്കും ഇഷ്ടമില്ല. അപ്പം അത് മാറ്റാനായിട്ട് നമ്മൾ ഇത്തിരി ഉപ്പ് അതിലിട്ട് നന്നായിട്ട് തിരുമ്മി അതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊരു 10 മിനിറ്റ് വയ്ക്കുക. അതിന് ശേഷം നന്നായി കഴുകിയിട്ട് പിഴിഞ്ഞിട്ട് വല്ലാണ്ട് ശക്തിയിലിട്ട് പിഴിയരുത്. ഇത് ചെറിയതാണ്, അതുകൊണ്ട് ഒട്ടും പറ്റില്ല. വലുത് വേണമെങ്കിൽ വലുത് വാങ്ങിക്കാം. ഞാൻ മിക്കവാറും വലുതാണ് വാങ്ങിക്കാറുള്ളത്. ഇത്തവണ അയാൾ തെറ്റിയിട്ട് തന്നതാണ്. ഇത് തന്നെയാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ തന്നത് ഇതാണ്. ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിലിത്തിരി ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നന്നായിട്ട് പേസ്റ്റ് മേലേക്കിട്ട് ഒന്ന് തിരുമ്മി വെച്ചേക്കാണ് ഇപ്പോൾ. അപ്പോൾ അതിലേക്ക് പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ റോ ടേസ്റ്റൊക്കെ പോകും. പിന്നെ അത് ഞാനിപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സവാള ഒന്ന് മുപ്പിച്ചെടുക്കാം. ഇതിൻ്റെ വെളിച്ചെണ്ണ അല്ലേ, ഈ വെളിച്ചെണ്ണ അപ്പുറത്താണ്, ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം. സവാള നല്ലോണം മൂത്ത് വന്നു. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ പൊടികളെല്ലാം ചേർത്തു. ഗ്രാമ്പു, പട്ട, ഏലക്കൊക്കെ പൊടിച്ച പൊടികൾ, പിന്നെ ഇത്തിരി ജീരകപ്പൊടി ഇട്ടു, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തു. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി ചേർത്ത് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു സോയ ചങ്ക്സ്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പ് വെള്ളത്തിലിട്ട് അതൊന്ന് കഴുകിയെടുത്ത് അപ്പം അതും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിത് ഇപ്പം എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പിന്നെ ഇത്തിരി കസൂരി മേന്തി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റ് ഇടാനാണ്. കസൂരി മേന്തി എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, എല്ലാവർക്കും അറിയാം. അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് പറയാണ്, ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതല്ല, ഉണക്കി വെച്ചതാണ് ഈ കസൂരി മേന്തി എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഉലുവയുടെ ഇലയാണ്. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതും കൂടി ഇട്ടുണ്ടെങ്കിൽ നമ്മുടെ ചങ്ക്സിൻ്റെ വേറൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, റോ ടേസ്റ്റ്, അത് ഒട്ടും അറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉലുവയുടെ ഇല ഇടുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാൻ കിട്ടും, എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ നല്ലൊരു സ്മെല്ലും കിട്ടും, നല്ലൊരു ടേസ്റ്റും കിട്ടും. നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് 3/4 ഗ്ലാസ് വെള്ളം ഉണ്ടാവും കേട്ടോ. ഇത് എത്ര വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു സ്റ്റീം വന്നാൽ മതി കേട്ടോ. ഒരൊറ്റ സ്റ്റീം വന്നാൽ മതി. ഒന്ന് വന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വരുത്താം. അത് ഓരോ കുക്കറിൻ്റെയും മാതിരിയായിരിക്കും. അപ്പോൾ നമ്മുടെ കറി റെഡിയാവും. പിന്നെ ഈ കസൂരി മേന്തി ഇട്ട് കൊടുത്താൽ മതി. ഞാനിത് അടച്ചു വെക്കട്ടെ കേട്ടോ. എന്നിട്ട് 2 സ്റ്റീം, 1 or 2 നമുക്ക് ഇതേ സ്റ്റീം 2 സ്റ്റീം കഴിഞ്ഞിട്ട് ഇതേ സ്റ്റീം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാൻ. നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത് കസൂരി മേന്തി ഞാൻ പറഞ്ഞില്ലേ വെച്ചിട്ടുണ്ടെന്ന്, അതൊന്നിങ്ങനെ തിരുമ്മി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ, ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ലോണം വേണമെങ്കിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് എടുക്കാം. മസാലയൊക്കെ തേച്ചിട്ട് കുട്ടികൾക്കാണെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവർ കഴിക്കും. എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു, ഇതിലധികം വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഉപ്പ് നോക്കട്ടെ, ഉപ്പ് നോക്കിയിട്ട് ഞാൻ വേണോ നോക്കട്ടെ. ഉപ്പ് കുറവാണ്. ഇതിൽ ടൊമാറ്റോ ചേർക്കാം കേട്ടോ. ടൊമാറ്റോ ഇല്ല, എനിക്ക് തീർന്നു പോയി, അതുകൊണ്ടാണ് ചേർക്കാതിരുന്നത്. ടൊമാറ്റോ ചേർത്താൽ നന്നായിട്ട് വഴറ്റി ചേർക്കണം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ടൊമാറ്റോ കൂടി ചേർത്താൽ. പിന്നെ മല്ലിയില ഇടാം. മല്ലിയില ഇല്ല എനിക്ക്. പിന്നെ ആഫ്രിക്കൻ മല്ലിയുടെ ഇല ഉണ്ട്, അത് എടുക്കാൻ പോകേണ്ടതെന്ന് എനിക്ക് മടിച്ചിട്ടാണ്. അത് ഇടാൻ വേണമെങ്കിൽ ഇടാം. അപ്പോൾ ശരി, നമുക്കിത് വാങ്ങി വയ്ക്കാൻ. സോയ ചങ്ക്സ് റെഡി. വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതൊന്ന് ഇത്തിരി എടുത്തിട്ട് കുറച്ച് ചപ്പാത്തി എടുത്തിട്ട് ഞാനിത് ഇതിൽ ചപ്പാത്തി ഞാൻ ഇതിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ കുഴച്ച് പരത്തിയതാണ്. അത് ഇന്നലെ ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള മാവ് എടുത്ത് വെച്ചിട്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് അത്ര വലിയ നല്ല പെർഫെക്റ്റ് ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ല, സോഫ്റ്റൊക്കെ തന്നെയാണ്.
അപ്പോൾ ഞാനിത് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ അപ്പം ചുവട്ടും അറിയുന്നില്ല, നല്ല ടേസ്റ്റായി. കസൂരി മെന്തി കൂടി ഇട്ടപ്പോൾ ഒട്ടും അറിയുന്നില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.